മെഡിറ്റേഷൻ ചെയ്താൽ കോൺസെൻട്രേഷൻ കിട്ടുമോ? എന്നോട് പൊതുവേ ആൾക്കാർ ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ഇതെന്ന് പറയുന്നത്. ഞാൻ എപ്പോഴും എവിടെ ചെന്നാലും മെഡിറ്റേഷനെ പറ്റി ക്ലാസ്സസ് ഒക്കെ എടുക്കുമ്പോഴൊക്കെ ബേസിക്കലി ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. മെഡിറ്റേഷൻ എന്നാൽ കോൺസെൻട്രേഷൻ ആണോ? അതിലൂടെ നമുക്ക് ഏകാഗ്രത കിട്ടുമോ, ഫോക്കസ് കിട്ടുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ. ആക്ച്വലി മെഡിറ്റേഷനും കോൺസെൻട്രേഷനും രണ്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ പൊതുവെ ഒരു മിസ്കൺസെപ്ഷൻ ഉണ്ട്, അതായത് മെഡിറ്റേഷൻ എന്നാൽ കോൺസെൻട്രേഷൻ ആണെന്ന്. പക്ഷേ ആക്ച്വലി രണ്ടും പോളാർ ഓപ്പോസിറ്റ്സ് ആണ്. അതായത് കോൺസെൻട്രേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു കോൺഷ്യസ്നെസ്സിനെ, നമ്മുടെ ബോധത്തെ ഒരു സിംഗിൾ പോയിന്റിലേക്ക് നമ്മൾ നാരോ ഡൗൺ ചെയ്യുക അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യുക എന്നതാണ് കോൺസെൻട്രേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ചുറ്റുമുള്ള കാര്യങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഒരു പോയിന്റിലേക്ക് മാത്രം നമ്മുടെ കോൺഷ്യസ്നെസ്സിനെ ഫോക്കസ് ചെയ്യുക. അതാണ് ഈ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. നമ്മളിപ്പം പൊതുവേ സയൻറ്റിസ്റ്റുകളൊക്കെ ചെയ്യുന്നത് ഈ ഒരു മെത്തേഡാണ്. അവരുടെ പ്രാക്ടീസിൽ അവർ കോൺസെൻട്രേഷനാണ് ഉപയോഗിക്കുന്നത്. ഒരു കാര്യത്തിലേക്ക് അവരുടെ ഒബ്ജക്റ്റ് ഓഫ് സ്റ്റഡിയിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. പൊതുവേ നമ്മുടെ സ്കൂൾസിലും ടീച്ചിങ്സിലൊക്കെ പറയാറുള്ള, സ്കൂൾസുകളിലൊക്കെ നമ്മുടെ അധ്യാപകരൊക്കെ പറയാനുള്ള കാര്യം കോൺസെൻട്രേറ്റ് ചെയ്ത് ഫോക്കസ് ചെയ്യുന്നു പറയുന്നത്. അതായത് ബാക്കിയുള്ളതിനെല്ലാം എക്സ്ക്ലൂഡ് ചെയ്തിട്ട് ഒരു കാര്യത്തിലേക്ക് മാത്രം നമ്മുടെ കോൺഷ്യസ്നെസ്സിനെ ഫോക്കസ് ചെയ്യുക. അതാണ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. പക്ഷേ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യമാണ്. മെഡിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു എക്സ്പാൻഷൻ ഓഫ് കോൺഷ്യസ്നെസ് എന്നാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുക. അതായത് നമ്മുടെ കോൺഷ്യസ്നെസ്സിനെ വൈഡൻ ആക്കുക. അതായത് നമ്മുടെ പ്രസൻറ്റ് മൊമെൻറ്റിലുള്ള എല്ലാ കാര്യങ്ങളെയും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നമ്മുടെ കോൺഷ്യസ്നെസ്സിനെ എക്സ്പാൻഡ് ചെയ്യുക എന്നൊരു പ്രക്രിയയാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. മെഡിറ്റേഷൻ എന്നൊരു അവസ്ഥ അതാണ്. അതായത് നമ്മൾ പ്രസൻറ്റ് മൊമെൻറ്റിൽ നിൽക്കുന്ന എല്ലാ കാര്യത്തെക്കുറിച്ച് അവെയർ ആയിരിക്കുക. ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റിലേക്ക് മാത്രമല്ല നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്, ബട്ട് എന്തൊക്കെ ഇവിടെ നടക്കുന്നു, ഇപ്പോൾ പ്രസൻറ്റ് മൊമെൻറ്റിൽ എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇപ്പോൾ ഞാനിവിടെ ഇരുന്ന് നിങ്ങൾ സംസാരിക്കുകയാണ്, അതിനോടൊപ്പം തന്നെ ഇവിടെ AC-യുടെ ശബ്ദമുണ്ട്, അങ്ങനെ ഇൻ കേസ് ചിലപ്പോൾ പുറത്തുനിന്നുള്ള ശബ്ദങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്കിങ്ങനെ ഒരു പ്രസൻറ്റ് മൊമെൻറ്റിൽ അതിനെല്ലാം നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ബട്ട് സ്റ്റിൽ യു ആർ നോട്ട് ഡിസ്ട്രാക്റ്റഡ് ബൈ എനിത്തിങ്. മറ്റ് കാര്യങ്ങൾ കൊണ്ടൊന്നും നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആകുന്നില്ല. നമ്മളത് ഒരു ആ ഒരു അവയർനെസ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നതിൻ്റെ ഒരു ഗുണം അതാണ്. പുറത്ത് ചിലപ്പോൾ പട്ടി ഉരയ്ക്കുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ വാഹനങ്ങൾ ഓടുന്നുണ്ടായിരിക്കാം, അങ്ങനെ പല ശബ്ദങ്ങളും കേൾക്കാം. പക്ഷേ സ്റ്റിൽ നമ്മുടെ ആ ഒരു പർട്ടിക്കുലർ ആക്ടിവിറ്റിയിൽ നമ്മൾ ഇൻവോൾവ്ഡ് ആയിട്ട്. ഇപ്പോൾ ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിച്ചുകൊണ്ട് വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ സംസാരിക്കുന്നതിലൂടെ ഞാൻ അതിൽ ഇൻവോൾവ് ആണ്. ബട്ട് സ്റ്റിൽ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ലെവലിൽ ഇപ്പോൾ AC-യുടെ ശബ്ദം എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്, പിന്നെ പുറത്ത് ചെറിയ ചെറിയ ശബ്ദങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒരു ബാക്ക്ഗ്രൗണ്ട് ലെയറിലുണ്ട്. ബട്ട് സ്റ്റിൽ ഐ ആം ഇൻവോൾവ്ഡ് വിത്ത് ഫുൾ അവയർനെസ് ഇൻ മൈ ആക്ടിവിറ്റി. എൻ്റെ ആക്ടിവിറ്റിയിൽ ഫുൾ അവയർ ആണ്. ബട്ട് സ്റ്റിൽ ഞാൻ ഒന്നിനെ എക്സ്ക്ലൂഡ് ചെയ്യുന്നില്ല. പ്രസൻറ്റ് മൊമെൻറ്റിലെ എല്ലാ കാര്യങ്ങളും ഒരു ബാക്ക്ഗ്രൗണ്ട് ലെയറിൽ എന്ന രീതിയിൽ അവിടെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരു ബോധവാനാണ്. ഒരു പ്രസൻറ്റ് മൊമെൻറ്റിലുള്ള എല്ലാ കാര്യങ്ങളിലും ബോധവാനാണ്. ഒരു മെഡിറ്റേറ്ററിൻ്റെ ക്വാളിറ്റി അതാണ്. ഹി ബിക്കം അവെയർ ഓഫ് ഹിസ് പ്രസൻറ്റ് മൊമെൻറ്റ്. ഒരു അവെയർനെസ് ഇൻക്രീസ് ചെയ്യുക എന്നതാണ് മെഡിറ്റേഷൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. അല്ല നമ്മുടെ ഒരു കാര്യത്തിലേക്ക് മാത്രം ഫോക്കസ്ഡ് ആകുകയല്ല, നമ്മുടെ കോൺഷ്യസ്നെസ്സിനെ നാരോ ഡൗൺ ചെയ്യുകയല്ല നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്നത്. മെഡിറ്റേഷൻ ഈസ് ഓപ്പോസിറ്റ് ഓഫ് കോൺസെൻട്രേഷൻ. ഇറ്റ്സ് അബൌട്ട് എക്സ്പാൻഷൻ ഓഫ് കോൺഷ്യസ്നെസ് എന്നാണ് നമ്മൾ മെഡിറ്റേഷനിൽ പറയാമെന്ന് പറയുന്നത്. സോ രണ്ടും ആക്ച്വലി ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് മെഡിറ്റേഷനും കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. സോ ഇനി നിങ്ങൾക്ക് ഇപ്പോൾ കുട്ടികളും ആയിട്ടുള്ളവർ, ഇപ്പോൾ സ്റ്റുഡൻസ് ആയിട്ടുള്ളവരൊക്കെ ചോദിക്കാറുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ കോൺസെൻട്രേഷൻ കിട്ടത്തില്ലെങ്കിൽ പിന്നെ മെഡിറ്റേഷൻ ചെയ്യുന്നതുകൊണ്ട് എന്താണ് ഗുണം എന്നാണ് ഇവർ ചോദിക്കാറ്, സ്റ്റുഡൻസൊക്കെ ചോദിക്കാറ്. അങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ കോൺസെൻട്രേഷൻ ചെയ്യുമ്പോൾ ഒരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഒരുപാട് എനർജി ഒരുപാട് സ്ട്രെയിൻ ആകും. അതായത് ഒരു കോൺസെൻട്രേഷൻ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചോളം അയാൾക്ക് വേറെ ശബ്ദങ്ങളോ ഏതെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ അയാൾ ഡിസ്ട്രാക്റ്റഡ് ആകും. ഇപ്പം കോൺസെൻട്രേഷൻ ഒരു കുഴപ്പമാണ്. അത് ഒരുപാട് നമ്മൾ നാരോ ഡൗൺ ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് ടെൻസ്ഡ് ആകും, ഫോക്കസ്ഡ് ആകും, ടെൻഷൻ ഒരുപാട് കൂടും. കോൺസെൻട്രേഷൻ ചെയ്യുമ്പോൾ ഒരുപാട് എനർജി ഇൻവോൾവ് ആകും. ഒരു റിലാക്സ്ഡ് മോഡിൽ നമുക്ക് കോൺസെൻട്രേഷൻ എപ്പോഴും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇൻ കേസ് വേറൊരു ചെറിയൊരു ഡിസ്ട്രാക്ഷൻ മതി കോൺസെൻട്രേഷൻ ഡിസ്റ്റർബ്ഡ് ആകാൻ. ഒരാളുടെ കോൺസെൻട്രേഷൻ ഡിസ്റ്റർബ് ചെറിയൊരു പട്ടി കുരയ്ക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ ശബ്ദങ്ങൾ കേട്ടാൽ പോലും ചിലപ്പോൾ അയാളുടെ ആ ഒരു കോൺസെൻട്രേഷൻ വേണമെങ്കിൽ ഡിസ്ട്രാക്റ്റഡ് ആകും. പക്ഷേ മെഡിറ്റേഷനിൽ ഇരിക്കുന്ന ആളെ സംബന്ധിച്ചോളം ഒന്നും അയാൾ ഡിസ്ട്രാക്ട് ചെയ്യത്തില്ല. അയാൾ ഒരു പർട്ടിക്കുലർ ആക്ടിവിറ്റിയിൽ ഇൻവോൾവ്ഡ് ആയിരിക്കും. ഇപ്പം ഒരു സ്റ്റുഡൻറ്റ് ഒരു മെഡിറ്റേറ്റർ ആണെന്ന് വിചാരിക്കുക. അയാൾ മെഡിറ്റേഷൻ അയാൾ ആ ഒരു ഇപ്പോൾ വായനയിൽ ഇൻവോൾവ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ പഠിക്കുന്ന സമയത്ത് പഠിത്തത്തിൽ ഇൻവോൾവ് ആകും. ബട്ട് സ്റ്റിൽ വേറെ ശബ്ദങ്ങളോ അതൊന്നും അദ്ദേഹത്തെ ഡിസ്ട്രാക്റ്റ് ചെയ്യുന്നില്ല. അതൊരു ബാക്ക്ഗ്രൗണ്ട് ലെയറിൽ ഇങ്ങനെ അത് നടക്കുന്ന പോലെ ആയിരിക്കും. അയാൾക്ക് ഉള്ളൊരു മെയിൻ പർട്ടിക്കുലർ ആക്ടിവിറ്റി ആയിരിക്കും ഇൻവോൾവ് ആകും. ബട്ട് സ്റ്റിൽ മറ്റ് ശബ്ദങ്ങളൊന്നും ആരും ഡിസ്ട്രാക്റ്റ് ഇല്ല. ഒന്നും ഡിസ്ട്രാക്റ്റ് ചെയ്യാത്തൊരു അവസ്ഥയാണ്
മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. മെഡിറ്റേറ്ററിനെ ഒന്നും ഡിസ്ട്രാക്ട് ചെയ്യുന്നില്ല, അങ്ങനെ ഒരു ക്വാളിറ്റി ഉണ്ട്. സോ നിങ്ങൾ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഇത് മൂലം നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു പർട്ടിക്കുലർ ആക്ടിവിറ്റിയിൽ നിങ്ങൾക്ക് എന്ത് പറയുന്ന ഒരു ഇൻവോൾവ് ആകുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. ഇപ്പോൾ പഠിത്തത്തിൽ ഇപ്പോൾ മെഡിറ്റേഷൻ ചെയ്യുന്നതിന് മുമ്പ്, മെഡിറ്റേഷൻ പ്രാക്ടീസ് തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾക്ക് പഠിക്കുമ്പം നിങ്ങൾക്ക് എന്ത് പറയുന്നത് ഒട്ടൊരു ഡിസ്ട്രാക്റ്റഡ് ആയിട്ടുള്ള ആളാണെങ്കിൽ മെഡിറ്റേഷൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ആ ഒരു മെയിൻ സബ്ജക്റ്റ് നിങ്ങൾ ഫോക്കസ് ആവുകയും ചെയ്യും. ബട്ട് സ്റ്റിൽ നിങ്ങൾ മറ്റ് ശബ്ദങ്ങളൊന്നും കേട്ട് നിങ്ങൾ ഡിസ്ട്രാക്റ്റഡ് ആകുന്നുമില്ല. അതൊക്കെ പക്ഷേ നിങ്ങൾ കേൾക്കുന്നുണ്ട്, പക്ഷേ നിങ്ങൾ ഡിസ്ട്രാക്റ്റഡ് ആകുന്നില്ല. ബട്ട് സ്റ്റിൽ നിങ്ങളുടെ ആ ഒരു മൈൻഡ്ഫുൾനെസ്, ആ ഒരു പ്രസൻറ്റ് മൊമെൻറ്റിനെ കുറിച്ചുള്ള അവയർനെസ് ഇൻക്രീസ് ആകും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ആ ഒരു നിങ്ങളുടെ ഒരു മെയിൻ ഒബ്ജക്റ്റിൽ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാനും പറ്റും. സോ ആ ഒരു ഡിഫറൻസ് ഉണ്ട്, ഒരു ക്വാളിറ്റേറ്റീവ് ഡിഫറൻസ് ഉണ്ട്. നിങ്ങൾ കൂടുതൽ കോൺഷ്യസ്നെസ്സിൽ എക്സ്പാൻഡ് ആകും, കൂടുതൽ ബോധവാനാവും. ബട്ട് സ്റ്റിൽ യു ക്യാൻ ഫോക്കസ് ഓൺ യുവർ മെയിൻ തിങ് വാട്ട് യു ആർ ഡൂയിങ്. ഇപ്പം നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ പഠിത്തത്തിൽ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ബാക്കി ശബ്ദങ്ങളൊന്നും നിങ്ങളൊന്നും ഡിസ്ട്രാക്ട് ചെയ്യാത്തൊരു ഇത് വരും. അപ്പോൾ മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ആ ഒരു ഒബ്ജക്റ്റിലേക്ക്, നിങ്ങളുടെ ഒരു മെയിൻ പർട്ടിക്കുലർ ഒബ്ജക്റ്റിലേക്ക് ഒരു ഇൻവോൾവ്മെൻറ്റ് കിട്ടും. നിങ്ങൾക്ക് ഫുൾ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. കോൺസെൻട്രേഷൻ പോലത്തെ ഒരു ടെൻഷൻ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് അല്ല മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. മെഡിറ്റേഷൻ ഈസ് റിലാക്സ്ഡ് അവയർനെസ് ആണ്. പിന്നെ ആൾക്കാർക്ക് ഉള്ളൊരു തെറ്റിദ്ധാരണയാണ് മെഡിറ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോണ്ടംപ്ലേഷൻ ആണെന്ന്. അതായത് കോണ്ടംപ്ലേഷൻ എന്നൊരു വാക്കും മെഡിറ്റേഷനും ആയിട്ട് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. ഇപ്പോൾ കോണ്ടംപ്ലേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കാര്യത്തെക്കുറിച്ച് തന്നെ ഇങ്ങനെ വൈഡായിട്ട് ചിന്തിക്കുക എന്നൊരു സംഭവമാണ് കോണ്ടംപ്ലേഷൻ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ സപ്പോസ് ലവ് എന്ന് പറഞ്ഞ ഒരു സബ്ജക്റ്റ്, ആ ലവ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിൽ മാത്രം കേന്ദ്രീകരിച്ച് എനിക്ക് ഇങ്ങനെ തിങ്ക് ചെയ്ത് പോകാൻ പറ്റും. വേറെ സബ്ജക്റ്റൊന്നും ഞാൻ ഉൾപ്പെടുത്തുന്നില്ല. ലവ് എന്ന സബ്ജക്റ്റ് ആയിരിക്കും എൻ്റെ മെയിൻ ഫോക്കസ്. അതിനെ ബേസ് ചെയ്ത് എനിക്ക് പല ആംഗിൾസിൽ ചിന്തിച്ച് പോകുന്ന ഒരു കാര്യമാണ് കോണ്ടംപ്ലേഷൻ എന്ന് പറയുന്നത്. പക്ഷേ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ കോണ്ടംപ്ലേഷൻ അല്ല. മെഡിറ്റേഷനിൽ നമ്മൾ തിങ്കിങ് ഇല്ല. മെഡിറ്റേഷൻ ഒരു തോട്ട്ലെസ് സ്റ്റേറ്റ് ആണ്, ഒരു തോട്ട്സ് ഒന്നും ഇല്ലാത്ത ഒരു കംപ്ലീറ്റ് സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ് ആണ്, ഒരു പ്യുവർ കോൺഷ്യസ്നെസ് ആണ് മെഡിറ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് പൊതുവേ നമ്മൾ പല കാര്യങ്ങളും ചെയ്യുമ്പോൾ തോട്ട്സ് വരും. ഇപ്പോൾ നമ്മൾ നടക്കുകയാണെങ്കിലും ഡ്രൈവിംഗ് ഒക്കെ ചെയ്യുമ്പോഴൊക്കെയാണെങ്കിലും നമ്മളിപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെയാണെങ്കിലും നമ്മൾ വേറെ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടായിരിക്കും നമ്മൾ നോർമലി പല ആക്ടിവിറ്റീസ് നമ്മൾ ഇൻവോൾവ് ആകുക എന്ന് പറയുന്നത്. പക്ഷേ ഒരു മെഡിറ്റേറ്ററെ സംബന്ധിച്ചോളം അയാൾക്ക് വേറെ ഡിസ്ട്രാക്ഷൻസ് ഒന്നുമില്ല. അയാൾ വളരെ കോൺഷ്യസ് ആയിരിക്കും, ഒരു പ്രസൻറ്റ് മൊമെൻറ്റിൽ വളരെ കോൺഷ്യസ് ആയിരിക്കും. തോട്ട്സ് ഒന്നും വരത്തില്ല. തോട്ട്സ് എന്ന് പറയുമ്പോൾ ബേസ്ഡ് ഓൺ ഫ്യൂച്ചർ ആൻഡ് പാസ്റ്റ് ആയിരിക്കും. നോർമലി നമ്മളൊരു കാര്യത്തെ പറ്റി ചിന്തിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഒന്നെങ്കിൽ ഫ്യൂച്ചറിലേക്ക് പോകും അല്ലെങ്കിൽ പാസ്റ്റിലേക്ക് പോകും. അങ്ങനെ ഒരു കംപ്ലീറ്റ്ലി പ്രസൻറ്റ് മൊമെൻറ്റിലായിരിക്കില്ല നമ്മളൊരു തിങ്കിങ്ങിൽ പ്രോസസ്സിൽ പോകുന്നത്. അപ്പോൾ മെഡിറ്റേറ്റർ എന്ന് പറയുമ്പോൾ ഈസ് കംപ്ലീറ്റ്ലി ഇൻവോൾവ് ഇൻ ദ പ്രസൻറ്റ് മൊമെൻറ്റ് വിത്ത് ഫുൾ കോൺഷ്യസ്നെസ് ആൻഡ് അവയർനെസ്. ഒരു തോട്ട്ലെസ് സ്റ്റേറ്റ് ആണ് ഒരു മെഡിറ്റേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാന്ന് പറയുന്നത്. കോണ്ടംപ്ലേഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി തിങ്കിങ് ആണ്, ഇറ്റ്സ് എ വേൾഡ് ഓഫ് തോട്ട് ആണ്. അപ്പോൾ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ കോണ്ടംപ്ലേഷൻ അല്ല. അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട്, മെഡിറ്റേഷൻ കോണ്ടംപ്ലേഷൻ ഒന്നാണ്. പക്ഷേ ആക്ച്വലി മെഡിറ്റേഷൻ കോണ്ടംപ്ലേഷൻ രണ്ടും ഡിഫറെൻ്റ് ആണ്. പിന്നെ മെഡിറ്റേഷൻ എന്നത് ഇപ്പം നമ്മളിപ്പം എന്താ പറയുന്ന അതായത് ഇപ്പം ധ്യാനം എന്ന വാക്കിനാണ് നമ്മൾ നോർമലി മെഡിറ്റേഷൻ എന്ന വേർഡ് നമ്മൾ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യാന്ന് പറഞ്ഞത്. ധ്യാന എന്ന് പറയുന്നത് സംസ്കൃത് വേർഡാണ്. അപ്പോൾ ഈ ധ്യാനത്തിൻ്റെ ഓറിജിൻ എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു സംസ്കൃതിലാണ്, ഇന്ത്യൻ ഓറിജിനൊക്കെ ആയിട്ടാണ് നമുക്കിത് വരുന്നത്. ഒരു ഇന്ത്യൻ വേർഡാണല്ലോ ഈ ധ്യാനം എന്ന് പറയുന്നത്. അപ്പോൾ അതിനൊരു എക്സാക്റ്റ് ട്രാൻസ്ലേഷൻ അല്ല ആക്ച്വലി ഈ ഒരു മെഡിറ്റേഷൻ എന്നൊരു വാക്ക് എന്ന് പറയുന്നത്. അതായത് മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ആക്ച്വലി എന്താ പറയുക, അതിൻ്റെ ശരിക്കുള്ള ഒരു മീനിങ് എന്ന് പറയുന്നത് ധ്യാനമല്ല ആക്ച്വലി. പക്ഷെ നമുക്ക് വേറെ വേർഡ്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ധ്യാനത്തെ നമ്മൾ ഇംഗ്ലീഷിലാക്കുമ്പം മെഡിറ്റേഷൻ എന്ന വേർഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. വേറെ വേർഡ്സ് ഒന്നും ഒരു ഇംഗ്ലീഷ് വൊക്കാബുലറി ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ആ ഒരു മെഡിറ്റേഷൻ എന്ന വേർഡ് ധ്യാനത്തിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആക്ച്വലി എന്താ പറയുന്നത്, മെഡിറ്റേഷൻ എന്ന വേർഡ് ഇംഗ്ലീഷിൽ ലാംഗ്വേജിൽ കണ്ടുപിടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കോണ്ടംപ്ലേഷൻ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ കോണ്ടംപ്ലേഷൻ എന്ന് പറയുമ്പം നമ്മുടെ ആ ഒരു തിങ്കിങ് ആണ്. ആ ഒരു തിങ്കിങ്, ഒരു സബ്ജക്റ്റിനെ പറ്റി നമ്മൾ വൈഡായിട്ട് ഇങ്ങനെ തിങ്ക് ചെയ്തുകൊണ്ട് പോകുന്നു. അപ്പോൾ ആ വൈഡായിട്ട് തിങ്ക് ചെയ്യുന്ന ഒരു പോർഷൻ, ആ വൈഡായിട്ടുള്ള തിങ്കിങ് സബ്ജക്റ്റിൽ നിന്നും ആ ഒരു സബ്ജക്റ്റിൻ്റെ വൈഡ് പോർഷനിൽ നിന്നും അത് അവിടുന്ന് ഒരു സിംഗിൾ പോർഷനെ കുറിച്ച് നമ്മൾ സിംഗിൾ പോർഷനിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോഴാണ് നമ്മൾ അതിനെ മെഡിറ്റേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ഒറിജിനൽ മീനിങ്ങോ ഇംഗ്ലീഷിലെ ഒറിജിനൽ മീനിങ് അതാണ്. ഇപ്പം നമ്മളിപ്പം നേരത്തെ പറഞ്ഞപ്പോൾ ലവ് എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ് എടുത്തു പോകാം. അതിലേക്ക് നമ്മൾ കോണ്ടംപ്ലേറ്റ് ചെയ്യുന്നു. അതിൻ്റെ പല ആംഗിൾസിൽ നിന്ന് കോണ്ടംപ്ലേറ്റ് ചെയ്തിട്ട് അതിൽ നമ്മളിപ്പോൾ ഒരു സെൽഫ് ലവ് എന്നൊരു പോർഷൻ, ലവ് എന്ന് പറഞ്ഞാൽ വൈഡ് ആയിട്ടുള്ള സബ്ജക്റ്റിൻ്റെ കോണ്ടംപ്ലേറ്റ് ചെയ്തിട്ട് അതിൽ നിന്നൊരു സെൽഫ് ലവ് എന്നൊരു പോർഷൻ, ലവിൽ വരുന്ന ഒരു കാര്യമാണ് സെൽഫ് ലവ് എന്ന് പറയുന്നത്. ഉദാഹരണം പറയുന്നത്, ആ സെൽഫ് ലവിലേക്ക് മാത്രം നമ്മൾ
ഫോക്കസ് ചെയ്യുമ്പോഴാണ് അതിനെ മെഡിറ്റേറ്റ് ചെയ്യുക എന്ന് നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ അതിൻ്റെ ഒറിജിനൽ രീതിയിൽ നമ്മൾ പറയാമെന്ന് പറയുന്നത്. ഇംഗ്ലീഷിൽ ആൾക്കാർ ആ ഒരു മെഡിറ്റേറ്റിംഗ് ഓൺ ദാറ്റ് സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ മെഡിറ്റേറ്റിംഗ് ഓൺ ഇറ്റ് ഒരു സബ്ജക്റ്റിൽ മെഡിറ്റേറ്റ് ചെയ്യുക, ഒരു പോർഷൻ, ഒരു സിംഗിൾ പോർഷനിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോഴാണ് നമ്മൾ മെഡിറ്റേറ്റിംഗ് ഓൺ ദാറ്റ് സബ്ജക്റ്റ് എന്ന് നമ്മൾ ഇംഗ്ലീഷുകാർ ആ ഒരു മെഡിറ്റേഷൻ എന്ന വേർഡ് കണ്ടുപിടിച്ചതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. പക്ഷെ നമ്മളിപ്പോൾ ഒരുപാട് ഒരുപാട് കാലത്തിന് ശേഷം ഇപ്പം നമ്മുടെ ഒരു പ്രസൻറ്റ് ലാംഗ്വേജിൽ നമ്മളിപ്പം ആ ഒരു പർട്ടിക്കുലർ ടേം, ആ ഒരു പർട്ടിക്കുലർ മീനിങ് അല്ല നമ്മൾ മെഡിറ്റേഷൻ കൊണ്ട് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മളിപ്പം ധ്യാനത്തിനെയാണ് നമ്മൾ കൂടുതലും ധ്യാനത്തിൻ്റെ ഒരു ട്രാൻസ്ലേഷനായിട്ടാണ് നമ്മളിപ്പോൾ മെഡിറ്റേഷനെ കാണുന്നത്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ കോണ്ടംപ്ലേഷനിലെ ഒരു സബ്ജക്റ്റ് എടുത്തിട്ട് നമ്മൾ കോണ്ടംപ്ലേറ്റ് ചെയ്തിട്ട് അതിലൊരു പർട്ടിക്കുലർ പോർഷനെ ആയിട്ട് ആണ് നമ്മൾ മെഡിറ്റേഷൻ നമ്മൾ പണ്ട് കണ്ടുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ എന്ന് പറഞ്ഞത് ആ ഒരു പെർസ്പെക്റ്റീവ് മാറ്റിയിട്ട് മെഡിറ്റേഷന് നമ്മളിപ്പോൾ ധ്യാനത്തിൻ്റെ അതേ മീനിങ് കൊടുക്കുക. അതായത് ഒരു തോട്ട്ലെസ് സ്റ്റേറ്റ് ഓഫ് പ്യുവർ കോൺഷ്യസ്നെസ്, തോട്ട്സ് ഒന്നും ഇല്ലാത്ത ഒരു പ്യുവർ കോൺഷ്യസ്നെസ് സ്റ്റേറ്റിനെയാണ് നമ്മൾ മെഡിറ്റേഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിപ്പം നമ്മുടെ 20th സെഞ്ച്വറിയിൽ ജീവിച്ചിരുന്ന ഓഷോ എന്ന അദ്ദേഹമാണ് ആ ഒരു മീനിങ് ഒക്കെ ആ ഒരു മെഡിറ്റേഷൻ എന്ന വേർഡിന് കൊടുത്തെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പുള്ളിയാണ് ആ ഒരു വേർഡ് ചേഞ്ചിങ് ഒക്കെ കൊണ്ടുവന്നെന്ന് വേണമെങ്കിൽ പറയാം. പുള്ളിയാണ് ഒരുപാട് വെസ്റ്റേൺ ആയിട്ടുള്ള ആൾക്കാർ ഇൻഫ്ലുവൻസ് ചെയ്തൊരു വ്യക്തിയാണ് ഓഷോ. സോ അതുകൊണ്ട് തന്നെ അദ്ദേഹമാണ് ഒരു വേർഡ് ചേഞ്ചിങ് കൊണ്ടുവന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഇതിന് മുമ്പ് വേറെ ആരെങ്കിലും ആ രീതിയിൽ മെഡിറ്റേഷൻ എന്ന വേർഡിനെ സംസാരിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ബട്ട് സ്റ്റിൽ പൊതുവെ ആ ഒരു കോണ്ടംപ്ലേഷൻ എൻ്റെ ഒരു പർട്ടിക്കുലർ പോയിന്റ് ആയിട്ടാണ് മെഡിറ്റേഷൻ എന്ന വേർഡ് പണ്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഓഷോയുടെ പ്രഭാഷണങ്ങളാണ് ഞാനത് കൂടുതൽ ശ്രദ്ധിച്ചത്. അത് മെഡിറ്റേഷൻ ക്യാൻ ബി യൂസ്ഡ് ഫോർ ധ്യാന, അതായത് ഒരു തോട്ട്ലെസ് പ്യുവർ കോൺഷ്യസ്നെസ് സ്റ്റേറ്റിനെ ഡിഫൈൻ ചെയ്യാനായിട്ട് നമുക്ക് മെഡിറ്റേഷൻ എന്ന വേർഡ് യൂസ് ചെയ്യാന്ന് പറയുന്നത്. പക്ഷേ ആക്ച്വലി ധ്യാനം എന്ന വേർഡാണ് ആക്ച്വലി കറക്റ്റായിട്ടുള്ളതെന്ന് പറയുന്നത്. പക്ഷേ ധ്യാനത്തെ എനിക്ക് തോന്നുന്നത് ഇംഗ്ലീഷ് ഡിക്ഷണറിയിൽ അത് ഇൻക്ലൂഡഡ് ആയിട്ടില്ല എന്ന് തോന്നുന്നു ഇപ്പോഴും ആ വേർഡ്. എനിക്ക് അറിഞ്ഞൂടാ, അതിൻ്റെ ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല. ഐ തിങ്ക് ഇറ്റ്സ് നോട്ട് സ്റ്റിൽ ഇൻക്ലൂഡഡ്. പീപ്പിൾ സ്റ്റിൽ യൂസ് മെഡിറ്റേഷൻ ഫോർ ധ്യാന. പക്ഷേ അതൊരു എക്സാക്റ്റ് ട്രാൻസ്ലേഷൻ അല്ല മെഡിറ്റേഷൻ എന്ന വേർഡ് എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് ആ ഒരു വേർഡ് ലിമിറ്റ് ഉള്ളത് കൊണ്ടാണ് നമ്മളിപ്പോഴും ആ ഒരു ധ്യാനത്തിന് നമ്മൾ മെഡിറ്റേഷൻ എന്ന വേർഡ് യൂസ് ചെയ്യുന്നത്. ആക്ച്വലി ധ്യാനം എന്ന വേർഡാണ് കറക്റ്റ്. പക്ഷേ ആ ഒരു വേർഡ് നമുക്ക് ഇംഗ്ലീഷിൽ പിക്ചറിൽ എനിക്കൊന്ന് ഇപ്പോൾ ഇൻക്ലൂഡഡ് ആയിട്ടില്ല എന്ന് തോന്നുന്നു. പിന്നെ ഈ ധ്യാനം എന്ന വേർഡ് യൂസ് ചെയ്യുന്നതിൻ്റെ വേറൊരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരുപാട് നമ്മുടെ ഈ പള്ളിയും പ്രാർത്ഥനയും അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ ആ ഒരു വേർഡ് എന്ന് പറയുന്നത് ഇപ്പം നമ്മളിപ്പം ദൃശ്യം സിനിമയിലൊക്കെ മെയിനായിട്ട് കാണിക്കുന്ന ഇതാണല്ലോ, ജോർജ് കുട്ടി ധ്യാനത്തിന് പോയി, ധ്യാനം കൂടാൻ പോയി. അപ്പം അങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരു പള്ളിയായിട്ട് എന്തോ കണക്റ്റഡ് ആണ്. അങ്ങനെ ആ ഒരു വേർഡിൻ്റെ ഒരു പ്രൊഫഷണലിസം അങ്ങ് നഷ്ടപ്പെടുന്നുണ്ട്. ഈ ധ്യാനം എന്ന വേർഡ് ഒരുപാട് പള്ളി അമ്പലമൊക്കെ ആയിട്ട് റിലേറ്റഡ് ആണെന്ന രീതിയിൽ. അപ്പോൾ അതിനെ ഒരു മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഒരു സയൻറ്റിഫിക് ആയിട്ട് കുറച്ചുകൂടി പ്രൊഫഷണലിസം ഫീൽ ചെയ്യുമ്പോൾ ഒരു സയൻറ്റിഫിക് ടേം പോലെ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. സോ അതുകൊണ്ട് നമ്മളിപ്പോൾ ധ്യാനത്തിൻ്റെ ഒരു ട്രാൻസ്ലേഷനായിട്ട് മെഡിറ്റേഷനെ കണക്കാക്കുന്നു എന്ന് ഉള്ളൂ. സോ ഇപ്പം നിങ്ങൾക്ക് ഈ വേർഡ്സ് തമ്മിലുള്ള ഒരു ഡിഫറൻസ് മാറി കിട്ടിയെന്ന് തോന്നുന്നു. അപ്പോൾ മെഡിറ്റേഷൻ എന്ന് വെച്ചാൽ മെയിനായിട്ട് കോൺസെൻട്രേഷൻ അല്ല. കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏകാഗ്രത ഒരു സിംഗിൾ പോയിന്റിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുന്നു. മെഡിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പർട്ടിക്കുലർ പോയിന്റിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുന്നില്ല, ബട്ട് നമ്മൾ ഒന്നിനും ഡിസ്ട്രാക്റ്റഡ് ആവുന്നില്ല. നമ്മൾ കംപ്ലീറ്റ്ലി ഒരു റിലാക്സ്ഡ് സ്റ്റേറ്റ് ഓഫ് അവെയർനെസ് ആണ് നമ്മൾ മെഡിറ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവെയർനെസ് ആണ്. മെഡിറ്റേറ്റർ ഈസ് അവെയർ വിത്തൗട്ട് എനി പർട്ടിക്കുലർ ഒബ്ജക്റ്റ്. ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റിനെ കുറിച്ച് ആയിട്ട് മാത്രമല്ല ഒരു മെഡിറ്റേറ്റർ അവെയർ ആകുന്നത്. ഈ സിംപ്ലി അവെയർ വിത്തൗട്ട് എനി പർട്ടിക്കുലർ ഒബ്ജക്റ്റ്. മെഡിറ്റേറ്റർ ഈസ് സിംപ്ലി അവെയർ. അവെയർനെസ് ആണ് മെഡിറ്റേഷൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്. ഹി റിമെയിൻസ് അവെയർ ഓഫ് എവറിത്തിങ് ദാറ്റ് ഹാപ്പനിങ്. സെൽഫ് അവെയർനെസ്സും ഉണ്ട്, അതുപോലെ തന്നെ പ്രസന്റ് മൊമെന്റിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും അവെയർ ഉണ്ട്. ആൻഡ് ഹീസ് ഒരു വൈഡർ പെർസ്പെക്റ്റീവ് ആണ് മെഡിറ്റേഷനെ കുറിച്ച് കിട്ടുന്നത്. ഈസ് നെവർ നാരോയിങ് ഹിസ് കോൺഷ്യസ്നെസ്. കോൺസെൻട്രേഷനിൽ പോലെ നമ്മൾ നാരോ ഡൗൺ ചെയ്യില്ല. മെഡിറ്റേഷൻ നമ്മൾ ആ ഒരു എക്സ്പാൻഷൻ ഓഫ് കോൺഷ്യസ്നെസ് ആണ് ഒരു ഇൻഡിവിജ്വൽ എക്സ്പീരിയൻസ് ചെയ്യുക എന്ന് പറയുന്നത്. സോ നിങ്ങൾ കോൺസെൻട്രേഷൻ അതിൻ്റേതായ ഒരു എഫക്റ്റ് ഉണ്ട്. ഇപ്പം നമ്മൾ സയൻറ്റിഫിക് സ്റ്റഡീസിലൊക്കെ അതിൽ ഒരുപാട് എഫക്റ്റീവ് ഉണ്ട്. പക്ഷേ നിങ്ങൾക്ക് കോൺസെൻട്രേഷൻ ഒരുപാട് ടെൻഷനായിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ ഒരു മെഡിറ്റേറ്റീവ് സ്റ്റേറ്റ് നമ്മൾ മെഡിറ്റേഷനൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ട് അതിൽ ജസ്റ്റ് നമുക്ക് ഓട്ടോമാറ്റിക്കലി ഒരു മെഡിറ്റേറ്റീവ് അവയർനെസ് വരുമ്പോൾ നമുക്ക് പിന്നെ കോൺസെൻട്രേഷൻ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഒരു സബ്ജക്റ്റിൽ നിങ്ങൾക്ക് ഇൻവോൾവ് ആകാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് പഠിത്തത്തിൽ ഇൻവോൾവ് ആകുകയും ചെയ്യാം. പക്ഷേ സ്റ്റിൽ നിങ്ങൾക്ക് അവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല. നിങ്ങൾ ആ ഒരു പർട്ടിക്കുലർ ആക്ടിവിറ്റി ഇൻവോൾവ് ആണ്, ബട്ട് സ്റ്റിൽ യു ആർ അവെയർ ഓഫ് എവറിത്തിങ് ഹാപ്പനിങ് ഇൻ ദ മൊമെൻറ്റ്. അതൊരു ബാക്ക്ഗ്രൗണ്ട് ലെയറിൽ നടക്കുന്നുണ്ട്. ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു മെയിൻ പർട്ടിക്കുലർ ആക്ടിവിറ്റി ഫോക്കസ് എന്ന് ഉദ്ദേശിക്കാൻ പറ്റുന്നത് നിങ്ങൾക്ക് അതിൽ ഇൻവോൾവ് ആകാൻ പറ്റുന്നുണ്ട്. നമ്മുടെ കോൺഷ്യസ്നെസ്സിനെ എവിടെ നമ്മൾ നാരോ ഡൗൺ ചെയ്യുന്നില്ല. യു ബിക്കം മോർ അവെയർ ആൻഡ് കോൺഷ്യസ്നെസ് ഓഫ് എവറിത്തിങ് ഹാപ്പനിങ് ഇൻ ദ പ്രസൻറ്റ് മൊമെൻറ്റ്.
സോ ഹോപ്പ് യു ഗെറ്റ് എ ക്ലാരിറ്റി. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ വരിക. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.